താനൂരിലെ പെൺകുട്ടികളെ നാടുവിടാൻ സഹായിച്ച യുവാവ് കസ്റ്റഡിയിൽ. ആ യുവാവ് ആര്, എവിടെ, എങ്ങനെയെന്നൊക്കെ കുറച്ചായി പ്രേക്ഷകരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? എടവണ്ണ സ്വദേശി റഹീം അസ്ലമിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നൊരു ചോദ്യമാണിത്. കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവ് അതാരാണ്, എവിടെ നിന്നുള്ളതാണ്, കുട്ടികളെ ഏത് തരത്തിൽ സ്വാധീനിച്ചു, ഇദ്ദേഹമാണോ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കുന്നു. പോലീസ് ഇതേപ്പറ്റി എന്ത് വിശദീകരണമാണ് നൽകുന്നത്? ഗുഡ് മോർണിംഗ് മോത്തി. ആദ്യം തന്നെ വനിതാ ദിന ആശംസകൾ. ഇനി വാർത്തയിലേക്ക് വന്നാൽ, മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ സംശയങ്ങൾ ഒരുപാട് ബാക്കിയാണ്. അതിലൊരു വ്യക്തത വരുത്താനും കൂടിയാണ് ഇപ്പോൾ പോലീസ് ഈ യുവാവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. എന്നാലും കുട്ടികൾ സ്വമേധയാ ഇറങ്ങിയതാണ്. ഈ കുട്ടികളെ സഹായിച്ചത് റഹീം അസ്ലമാണ് എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ എന്നുള്ളത്. നിലവിൽ അത്തരത്തിലുള്ള ഒരു ആസൂത്രണമൊന്നുമില്ല. പോലീസിന്റെ നിഗമനം അത് തന്നെയാണ്. പക്ഷേ ഈ യുവാവിന്റെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലൊരു വ്യക്തത വരുത്തണം, ഒരു ആധികാരികത വരണം. ആ സംശയങ്ങളൊക്കെ നീക്കാൻ കൂടിയാണ് പോലീസ് ഇന്ന് രാവിലെ 6 മണിയോടുകൂടി താനൂരിൽ വെച്ച് യുവാവിനെ, തിരൂരിൽ വെച്ച് ട്രെയിൻ ഇറങ്ങിയപ്പോൾ യുവാവിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ അന്വേഷണത്തിലും കുട്ടികളെ കണ്ടെത്താൻ യുവാവിന് നിന്ന് ലഭിച്ച വിവരങ്ങൾ സഹായകമായി എന്നും പോലീസ് പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായത് കുട്ടികൾ മുംബൈയിലാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചത് യുവാവിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലുമായിരുന്നു. അതായത് എടവണ്ണ സ്വദേശിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തുള്ള സിമ്മിൽ നിന്നാണ് ഈ കുട്ടികളുടെ ഫോണിലേക്ക്, രണ്ടുപേരുടെയും ഫോണിലേക്ക് കോളുകൾ വന്നിട്ടുള്ളതെന്ന് കണ്ടെത്തി. അങ്ങനെയാണ് പോലീസ് ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മുംബൈയിലെ ടവർ ലൊക്കേഷൻ കണ്ടെത്തുന്നത്. തുടർന്നുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമായതും. അപ്പോൾ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്രോതസ്, ഈ വെറും 5 രൂപയും 200 രൂപയും കയ്യിലുള്ള കുട്ടികൾ ഇത്തരത്തിൽ സ്വർണ്ണമൊക്കെ വിറ്റാണ് ഇത്രയും പണം കണ്ടെത്തിയെന്നൊക്കെ പറയുന്നു. അതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇത്തരം മുംബൈ പോലുള്ള നഗരത്തിൽ അവർക്ക് മറ്റ് ആരുടെയും സഹായം ലഭ്യമായിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇന്നലെ മലപ്പുറം SP മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത് അതാണ്. ഇവിടെ എത്തിയതിനു ശേഷം ഇപ്പോൾ കുട്ടികളുടെ മാനസികമായ അത്തരത്തിൽ കുട്ടികൾക്ക് പിന്തുണ നൽകലാണ് ഏറ്റവും പ്രധാനം. പിന്നീട് വിശദമായി തന്നെ ചോദ്യങ്ങൾ ചോദിച്ചറിയും. അത്തരത്തിൽ സംശയങ്ങൾ നീക്കണം എന്നുള്ളതാണ് മലപ്പുറം SP പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ കൂടെ അടിസ്ഥാനത്തിൽ ഈ ദുരൂഹത നീക്കാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും എടവണ്ണ സ്വദേശിയായ റഹീം അസ്ലത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. മോത്തി. ശരി അരുൺ.